ശബരിമലയിലെ തീർത്ഥാടന കാലത്ത് ഭക്തജനപ്രവാഹം പോലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ വമ്പന്മാരുടെ പട്ടികയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തടഞ്ഞു നിന്നതാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ വീണ്ടും ഉന്നതരിലേക്ക് തന്നെ പോകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. മുമ്പോട്ട് നീങ്ങുമോ ഇത്? തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോൾ രണ്ട് വമ്പന്മാരെ കൂടെ പോലീസ് SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO, മറ്റൊന്ന് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയുടെ ഉടമ. അപ്പോൾ ഇവരെ ജ്വല്ലറിയുടെ ഒരു പ്രധാനി. അപ്പോൾ ഇവരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അവരെല്ലാം ഏതാണ്ട് കാര്യങ്ങൾ സമ്മതിച്ചു എന്ന് മാത്രമല്ല, അവരിതിന് ഈ കൊള്ള നടത്തിയതിന് ഇതിന്റെ പ്രായശ്ചിത്തം വരെ അന്നദാനമായിട്ട് വരെ ചെയ്തു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ക്ലിയറായി. ഒരുപക്ഷെ അവർ ചിലപ്പോൾ മാപ്പുസാക്ഷിയായും വന്നേക്കാം. അവരുടെ ഈ മൊഴി പോകുന്നതനുസരിച്ച് അവർ മാപ്പുസാക്ഷിയായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അവർ ആരെ ചൂണ്ടുന്നോ അവർ കൂടി ഇതിൽ പ്രതിയാകുക മാത്രമല്ല, അവർ പ്രത്യക്ഷത്തിൽ കൊള്ളക്കാരല്ലല്ലോ ശരിക്കും പറഞ്ഞു. അതെ, അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു, അവരതിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതിൽ അവർക്ക് എക്സ്ക്യൂസ് കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പൊ അവർക്കൊരു മെൻസറിയായില്ല അതിനകത്ത്. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യണം, അയ്യപ്പന്റെ പണം മോട്ടിക്കണം എന്നൊരു ഉദ്ദേശമില്ല. അവിടെ മുമ്പിൽ കൊണ്ടുവച്ച സാധനം സ്വർണ്ണം ഇരിക്കുന്നു, അല്ലെങ്കിൽ വിഗ്രഹം ഇരിക്കുന്നു, അല്ലെങ്കിൽ ദ്വാരപാലകൻ ഇരിക്കുന്നു, ഇത് നിങ്ങൾ എവിടെ കൊടുത്തു, എങ്ങനെയും കാശാക്കിക്കോ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സുകാരന്റെ കണ്ണിൽ അവരിത് കണ്ടു. പക്ഷെ പിന്നീട് ഡീറ്റെയിൽസിലേക്ക് പോയപ്പോൾ അവർക്ക് ഇത് മനസ്സിലായി കാണും, ഇത് ഭഗവാൻ അയ്യപ്പന്റെ ആണ് എന്ന് മനസ്സിലായി. പിന്നെ ഒന്നും ചെയ്യാൻ നോക്കില്ല. പോലീസിന്റെ കൊടുത്താലും അവർക്ക് പണി കിട്ടും. അല്ല, അവർ വിശ്വാസികളും കൂടിയാണ്. അപ്പൊ അവർക്ക് കൂടുതൽ പണി കിട്ടും. അവരെ തീർച്ചയായിട്ടും പോലീസ് ചുമ്മാ ചെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കുന്നു പറഞ്ഞാലും അവർ പ്രതിയാവും. അപ്പൊ അവരത് സേഫായിട്ട് ഇത് ആരും അറിയാതെ പോകുന്നേ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കാണും. പിന്നെ ഈ കിട്ടിയ ലാഭം മുഴുവൻ അവര് പ്രായശ്ചിത്തം ചെയ്ത് അവര് അയ്യപ്പ കോപം കിട്ടാതിരിക്കാനും നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവര് പ്രതി അറസ്റ്റ് വന്നതോടുകൂടി, അവരുടെ മൊഴി വന്നതോടുകൂടി ഇത് തീർച്ചയായിട്ടും ഇത് ഉന്നതരിലേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. ഇതിന് പുറമെ ദേവസ്വം ബോർഡിന്റെ ലാക്സിറ്റിയെ കുറിച്ച് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പലതും മറയ്ക്കാനായിട്ട്, പലതും തിരുത്താനായിട്ട് ഒക്കെ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ റെക്കോർഡ്സിലൊക്കെ വലിയ തിരിമറികൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ അത് ബോർഡിന്റെ ഉത്തരവാദിത്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, വെറും ഉദ്യോഗസ്ഥരിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ SIT വീണ്ടും അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇനിയിപ്പോൾ അടുത്ത പടിയായിട്ട് ഇപ്പോൾ പത്മകുമാറിലേക്ക് വന്ന് ഒതുങ്ങി നിൽക്കും, അല്ലെങ്കിൽ വാസുവിലേക്ക് വന്ന് നിൽക്കുമെന്ന് വിചാരിച്ചത് അവിടുന്ന് പോവുകയാണ്. അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇനി മുകളിലോട്ടും സൈഡിലോട്ടും പോവുകയാണ്. അതായത് ഇപ്പോൾ ഇനി അടുത്തത് രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളായ ഒന്ന് വിജയകുമാറാണ്, മറ്റൊന്ന് ശങ്കർദാസ് ആണ്. വലിയൊരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ, IPS കാരന്റെ അച്ഛനാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൂടെ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. ചോദ്യം ചെയ്യുമ്പം അവർക്കും ചിലതൊക്കെ വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും. കാരണം മറ്റുള്ളവർ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ഇവർക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ഈ പത്മകുമാറിന് എല്ലാ വിവരങ്ങളും അറിയാം. പത്മകുമാറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വമ്പന്മാരുടെ അടുക്കലേക്കായിരിക്കും ഇത്. അല്ല, അതുകൊണ്ടാണല്ലോ പത്മകുമാറിനെ ഇലക്ഷന് മുമ്പ് അറസ്റ്റ് ചെയ്യാത്തത്. പത്മകുമാറിനെ ഇലക്ഷന് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്. കാര്യം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പലതും പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടു പോകും. അപ്പോൾ പിന്നെ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇലക്ഷന് ഉണ്ടായേനെ എന്നുള്ളതാണ്. അപ്പൊ ഇനി അതിനേക്കാൾ വലിയ പ്രശ്നം വരികയാണ്. അടുത്ത ഇലക്ഷൻ ക്രൂഷ്യലായിട്ടുള്ള ഇലക്ഷൻ ഇനി വരാതിരിക്കുകയാണ്. പത്മകുമാറിനെ സംരക്ഷിക്കണമല്ലോ. പത്മകുമാറിനെ ഇനിയും സംരക്ഷിക്കേണ്ട ബാധ്യത വരികയാണ്. കാരണം ഇല്ലെങ്കിൽ പത്മകുമാർ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഈ ഇലക്ഷന് പോയത് പോട്ടെ, അടുത്ത ഇലക്ഷന് പോകുന്നത് ഇതിനേക്കാൾ വലുതാ. പിന്നെ പിടിച്ചാൽ പിടി കിട്ടാത്ത വിധത്തിലേക്കായിരിക്കും പോവുക. അപ്പം അതുകൊണ്ട് ആ പ്രശ്നം നിൽക്കുന്നു. അതുപോലെ തന്നെ ശങ്കർദാസ്, വിജയകുമാർ എന്നിവർ ഇപ്പോൾ അറസ്റ്റിലായാൽ അവരെന്ത് പറയും? അവരുടെ മൊഴിയെടുക്കുമ്പോൾ അവരെന്ത് പറയും? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്കൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരോട്ട് പോകാതെ അവരിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. പങ്കില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് പങ്ക് അങ്ങനെ ഒഴിയാൻ നമുക്ക് പറ്റില്ലല്ലോ. മിനിറ്റ്സിൽ ഒന്നും പറയുന്നില്ല. കാര്യം അവർ വിയോജിപ്പ് പ്രകടിപ്പിച്ചതായിട്ട് കാണിക്കുന്നില്ല. അല്ല, അത് മാത്രമല്ല, അവർക്കൊന്നും അതിൽ ഒരിക്കലും ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല. നമ്മുടെ ഈ റെസ്പോൺസിബിലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ ഈ യജമാനന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പോലെ തിരിച്ചും ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയിൽ അവർ ബാധ്യസ്ഥരാണ്. ടോപ്പിലിരിക്കുന്ന അവരറിയാതെ ഒരു കാര്യങ്ങളും അങ്ങനെ പോകാൻ പാടില്ല.
അഥവാ അത് മാത്രമല്ല ആ ഫയലുകളിലൊക്കെ അവരുടെ ഒക്കെ സമീപത്ത് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അവർക്ക് ഇതിനകത്ത് സൂക്ഷ്മ പരിശോധന നടത്താനോ വേണ്ടത് ചെയ്യാനോ കഴിഞ്ഞില്ല. അവർക്ക് പറയാൻ പറ്റില്ല താഴെ നിന്ന് എഴുതി വന്ന ഫയൽ ഞാൻ കണ്ടു, ഞാൻ കണ്ടില്ല, അല്ല ഇതൊന്നും പറയാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വത്തിനാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ആ കൃത്യം പൂർണ്ണമായിട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് നടപടിയുണ്ട്. അത് വൻ കൊള്ളയാണ്. ചെറിയ ലാപ്സുകൾ നമുക്ക് മനസ്സിലാക്കാം. ഈ വൻ കൊള്ളയിൽ അവർക്ക് പങ്കില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് പിന്നെ മുൻകാലങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലും അംഗങ്ങളിലേക്ക് മാത്രമേ ആയിട്ട് അങ്ങ് ചുരുങ്ങുമോ? മന്ത്രിമാരിലേക്ക് വരെ പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും. ഇപ്പം മന്ത്രിമാരിലേക്ക് പോകുമെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇവർക്ക് ഇപ്പം കിട്ടിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ മന്ത്രിമാരിലേക്ക് പോകാനുള്ള പലതും ഉണ്ട്. പിന്നെ അതവിടെ തടഞ്ഞു നിർക്കപ്പെടുന്നതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ശങ്കരദാസും വിജയകുമാറും ഒക്കെ ഉള്ള മൊഴി, അതുപോലെ തന്നെ ഈ കൂട്ടക്കൊള്ളയിൽ പലരും പറഞ്ഞിട്ടുള്ള മൊഴികളൊക്കെ പ്രധാനമാണ്. ഇന്നയാൾ പറഞ്ഞിട്ടാണെന്നാണല്ലോ ഇത് വ്യാപിക്കുന്നത്. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷന് വരെ അതിൽ പങ്ക് പറയാൻ പറ്റും. ഇതാര് പറഞ്ഞിട്ട് ഏത് ഉത്തരവാദിത്തത്തിൽ ഇത് ആര് കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ളത് അവിടെ സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സേഫാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ മൊഴികളിൽ നിന്ന് ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുകളിലത്തെ പോകുന്നതിന് ഈ ഫയലും റെക്കോർഡും ഒന്നും വേണ്ട. വെറും ഗൂഢാലോചനയാണ് എന്നുണ്ടെങ്കിൽ അതിന് വേറെ തെളിവുകളൊന്നും വേണ്ട. ഇവരുടെയൊക്കെ മൊഴികൾ തന്നെ, ഒന്നിൽ കൂടുതൽ മൊഴികൾ ഇങ്ങനെ ഉന്നതങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മന്ത്രിമാരിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ തീർന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് മെമ്പർമാരോ പിന്നെ ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ തന്നെ അത് വലിയ തെളിവായിട്ട് വരികയും അവരിലേക്ക് കൂടെ ഇത് പിടിമുറുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴത്തെ പോക്ക് ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റും കൂടെ വന്നതോടുകൂടി എൻഫോഴ്സ്മെൻറ്റ് ഉള്ള റെക്കോർഡുകളെല്ലാം അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഇനി പരിശോധിക്കപ്പെടാൻ പോവുകയാണ്. അതായത് ഇതിൻ്റെ വിഹിതം കിട്ടിയത് ആർക്കൊക്കെ, ആ വിഹിതം അവർ എങ്ങനെ അലക്കി തേച്ച് വെള്ളപ്പണമാക്കിയിട്ടുണ്ട്, കള്ളപ്പണം എങ്ങനെ വെള്ളപ്പണമാക്കി എന്ന് വരുമ്പോൾ ചിലപ്പോൾ അത്യുന്നതങ്ങളിലേക്ക് ഇത് പോകും. അതാണ് ഇ ഡിയുടെ വരവോടുകൂടി വരുന്ന ഒരു മാറ്റം. അപ്പോൾ ശബരിമല വിഷയം 2026 തെരഞ്ഞെടുപ്പിൽ CPM-ന് വൻ തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് വൻ തിരിച്ചടിയാകും. അതുകൊണ്ടാണ് ഇന്നലെ UDF പറയുകയും ചെയ്തത്, ഇനി ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്, ശബരിമലയിൽ കാര്യങ്ങൾ നേരെ പോകുന്നില്ല എന്നുള്ള രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഇപ്പോൾ വേറൊരു പ്രശ്നം വന്നിരിക്കുന്നത്, ഇപ്പം SITക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒന്നും വെറുതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി വരാൻ പോകുന്ന സർക്കാർ ഏതാണെന്നുള്ളത് അവ്യക്തത വന്നിരിക്കുകയാണ്. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അവർ ഈ SIT തന്നെ എന്തെങ്കിലും കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെല്ലപ്പോക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പണിഷ്മെൻ്റ് അവർക്ക് പിന്നീട് വന്നുകൂടായില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു അസന്നിഗ്ധാവസ്ഥ, എവിടേക്കാണ് ഈ സർക്കാർ പോകുന്നത് എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ കൂടെ കുറച്ചുകൂടെ ചെമ്പ് തെളിയും. ഇനിയും തെളിയാനിരിക്കുകയാണ്. അത് തെളിയുമ്പോൾ തീർച്ചയായിട്ടും ഉന്നതങ്ങളിലേക്ക് തന്നെയാണ് ഇതിൻ്റെ പോക്ക്. അല്ല, അങ്ങനെ വരുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്, പഴയ UDF-ൻ്റെ കാലത്തിലേക്ക് കൂടി പോകുമോ എന്നുള്ള ഒരു അല്ല, അത് അത്ര പഴക്കത്തിലേക്ക് പോകാൻ പറ്റുമോയെന്നറിയില്ല. പക്ഷേ ഈ ഇപ്പം കൊടുത്തിരിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ 2011 ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, 2011 ചില ഫേസ്ബുക്ക് പോസ്റ്റിങ്ങുകൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയത്, അതൊക്കെ വരുമ്പോൾ അന്ന് മുതലുള്ള കാര്യങ്ങളും കൂടെ അന്വേഷിക്കപ്പെടേണ്ടി വരും. 1998 വിജയമല്യ കൊടുത്ത ഗോൾഡ് തനി തങ്കമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് റെക്കോർഡിക്കലാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല, മാറ്റവും ഇല്ല. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ചകഞ്ഞെടുത്താൽ ഒരു പക്ഷേ ഈ പന്ത് ഇന്നത്തെ മന്ത്രിമാരുടെ കോർട്ടിലോ അല്ലെങ്കിൽ ഇന്നലത്തെ മന്ത്രിയുടെ കോർട്ടിലോ അല്ല, അത് കുറച്ചുകൂടെ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.